മധ്യപൂർവേഷ്യൻ സമാധാനം പുനഃസ്ഥാപിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നടന്ന നയതന്ത്ര നീക്കങ്ങൾക്കും വെടിനിർത്തൽ കരാറുകൾക്കും കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ലെബനൻ അതിർത്തി വീണ്ടും യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ പൂർണ്ണമായും പരാജയപ്പെട്ടോ എന്ന കടുത്ത ആശങ്കയാണ് നിലവിലെ സാഹചര്യങ്ങൾ ഉയർത്തുന്നത്. അതിർത്തി മേഖലയിൽ വീണ്ടും മിസൈലുകളും ബോംബറുകളും സ്ഫോടന ശബ്ദങ്ങൾ മുഴങ്ങാൻ തുടങ്ങിയതോടെ വടക്കൻ ഇസ്രായേലിലെ ജനജീവിതം പൂർണ്ണമായും ദുസ്സഹമായി മാറിയിരിക്കുകയാണ്. ഭയവും അനിശ്ചിതത്വവും നിരാശയും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഇപ്പോൾ കഴിയുന്നത്. കരാറുകൾ നിലവിൽ ഇരിക്കെ തന്നെ അതിർത്തിക്ക് ഇരുവശത്തു നിന്നും തുടർച്ചയായുണ്ടാകുന്ന ആക്രമണങ്ങൾ വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിൻ്റെ സൂചനയാണ് വിലയിരുത്തപ്പെടുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപനങ്ങൾക്ക് തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്ന തിരിച്ചറിവ് ഇസ്രായേൽ ജനതയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായി തുടരുന്ന യുദ്ധാന്തരീക്ഷം അതിർത്തിയിലെ സമാധാന കാംക്ഷികളായ സാധാരണക്കാരായ ജനങ്ങളുടെ സ്വൈരജീവിതം പൂർണ്ണമായും ഇല്ലാതാക്കി കഴിഞ്ഞു. ഏത് നിമിഷവും ആകാശത്തു നിന്നും പതിക്കാവുന്ന റോക്കറ്റുകളെ പേടിച്ച് ബങ്കറുകളിൽ അഭയം തേടേണ്ടി വരുന്ന ജനങ്ങളുടെ മാനസികാവസ്ഥ അതിതീവ്രമാണ്. ഈ സങ്കീർണമായ സാഹചര്യത്തിൽ ഇസ്രായേൽ സമൂഹത്തിനുള്ളിൽ തന്നെ കടുത്ത ഭിന്നതയും അഭിപ്രായ വ്യത്യാസങ്ങളും രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒരു വിഭാഗം ജനങ്ങൾ വാദിക്കുന്നത് ഹിസ്ബുള്ളയ്ക്ക് മേലുള്ള സൈനിക സമ്മർദ്ദം ഇസ്രായേൽ ഇനിയും ശക്തമാക്കണമെന്നാണ്. ഹിസ്ബുള്ളയുടെ സൈനിക ശേഷിയെ പൂർണ്ണമായും തകർക്കാതെ വടക്കൻ അതിർത്തിയിൽ സമാധാനം സാധ്യമല്ലെന്നും താൽക്കാലിക വെടിനിർത്തലുകൾ ശത്രുക്കൾക്ക് കൂടുതൽ ശക്തിയാർജിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായ സൈനിക നടപടികളിലൂടെ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ എന്നാണ് ഒരു പക്ഷം വാദിക്കുന്നത്. എന്നാൽ ഇതിന് വിപരീതമായി വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ വിട്ടുമാറാത്ത സംഘർഷങ്ങളിൽ പൂർണ്ണമായും മടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. യുദ്ധം കൊണ്ടുവന്ന സാമ്പത്തിക തകർച്ചയും ജീവനഷ്ടങ്ങളും ഭീതിയും അവരെ കടുത്ത നിരാശയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. സൈനികമായ നീക്കങ്ങൾക്ക് പകരം നയതന്ത്ര ചർച്ചകളിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും എത്രയും വേഗം ഈ യുദ്ധത്തിന് അറുതി വരുത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇനിയും ഒരു യുദ്ധം താങ്ങാനുള്ള ശേഷി രാജ്യത്തിനില്ലെന്നും സമാധാനപരമായ ചർച്ചകൾക്ക് തടസ്സം നിൽക്കുന്നത് പ്രധാനമന്ത്രി നെതന്യാഹു തന്നെയാണെന്നും അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി എടുക്കേണ്ടത് അനിവാര്യമാണെന്നുമാണ് ഒരു വിഭാഗം ജനം പറയുന്നത്. ഈ ആഭ്യന്തര അസ്വാരസ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രാജ്യത്തിനകത്ത് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളാണ് ഉയർന്നുവരുന്നത്. യുദ്ധം കൈകാര്യം ചെയ്യുന്നതിൽ നെതന്യാഹു ഭരണകൂടത്തിന് സംഭവിച്ച വീഴ്ചകൾക്കെതിരെ ജനങ്ങൾ പരസ്യമായി തെരുവിലിറങ്ങിക്കഴിഞ്ഞു. തുടർച്ചയായ കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണെന്നും സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയാണ് നെതന്യാഹു യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതെന്നും പ്രകടനക്കാർ ആരോപിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളാൽ ഇസ്രായേലിലെ പ്രധാന നഗരങ്ങൾ ഇപ്പോൾ പ്രക്ഷുബ്ധമാണ്. നെതന്യാഹുവിൻ്റെ യുദ്ധതന്ത്രങ്ങൾ പരാജയപ്പെട്ടുവെന്നും രാജ്യത്തെ സൈനികരുടെ ജീവൻ അദ്ദേഹം അപകടത്തിലാക്കുകയാണെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികളും ജനങ്ങളും ഒരുപോലെ കുറ്റപ്പെടുത്തുന്നത്. വെടിനിർത്തൽ കരാർ ചാരമായി മാറിയതോടെ ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ വിശ്വസ്തത പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്നതിനും ആഭ്യന്തരമായി രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനും കാരണം നെതന്യാഹുവിൻ്റെ പിടിവാശിയാണെന്ന വിമർശനം ഇസ്രായേൽ മാധ്യമങ്ങളിലും സജീവമാണ്. അതിനിടെ ഇസ്രായേലിലെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയുമായുള്ള ബന്ധത്തിലും വിള്ളലുകൾ വീഴുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ. അമേരിക്കയിലെ ട്രംപ് ഭരണകൂടത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇസ്രായേലിലെ പ്രതിപക്ഷ നേതാക്കളുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തുവന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്കിടയായിട്ടുണ്ട്. നെതന്യാഹു ഭരണകൂടത്തെ മറികടന്നുകൊണ്ട് US ഉദ്യോഗസ്ഥർ പ്രതിപക്ഷവുമായി നടത്തുന്ന ഈ ആശയവിനിമയം ഇസ്രായേൽ സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള പരമ്പരാഗതമായ നയതന്ത്ര ബന്ധത്തിൽ അത്ര നല്ല കാര്യങ്ങളല്ല സംഭവിക്കുന്നത് എന്നതിന് തെളിവാണ് ഈ നീക്കങ്ങൾ. നെതന്യാഹുവിൻ്റെ കടുത്ത നിലപാടുകളോട് വാഷിംഗ്ടണിന് ഉള്ളിലുള്ള അതൃപ്തിയാണ് ഇതിലൂടെ നിഴലിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഒരു സമ്പൂർണ്ണ യുദ്ധം ഉണ്ടാകുന്നത് തടയാൻ അമേരിക്ക ആഗ്രഹിക്കുമ്പോൾ അതിന് വിരുദ്ധമായ നീക്കങ്ങളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ന വിലയിരുത്തൽ ട്രംപ് ഭരണകൂടത്തിനുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിർത്തിയിലെ ഈ പുതിയ സംഘർഷാവസ്ഥ ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നും കൂടുതൽ മാരകമായ ആക്രമണങ്ങൾക്ക് വഴി തുറക്കുമെന്ന ആശങ്ക ശക്തമാണ്. വെടിനിർത്തൽ ലംഘിക്കപ്പെട്ട സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇരുവിഭാഗവും കൂടുതൽ അത്യാധുനിക ആയുധങ്ങളുമായി പരസ്പരം ആക്രമിക്കാൻ മുതിരും. ഇത് തെക്കൻ ലെബനനിലെയും വടക്കൻ ഇസ്രായേലിലെയും ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ വീണ്ടും അപകടത്തിലാക്കുകയാണ് ചെയ്യുക. ആഭ്യന്തരമായ പ്രതിസന്ധികളും അന്താരാഷ്ട്ര തലത്തിലെ സമ്മർദ്ദങ്ങളും നെതന്യാഹുവിനെ കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം എന്ന വിലയിരുത്തലുമുണ്ട്. ഭരണത്തിൽ തുടരുന്നതിനായി വൻതോതിലുള്ള സൈനിക ആക്രമണത്തിന് അദ്ദേഹം ഉത്തരവിടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്നാൽ അത്തരമൊരു നീക്കം ഇസ്രായേലിനകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ കൂടുതൽ ആളിപ്പടർത്താൻ മാത്രമേ ഉപകരിക്കൂ. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ് നിലവിലെ ഓരോ സംഭവവികാസങ്ങളും. ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ഈ പോരാട്ടം കേവലം ഒരു പ്രാദേശിക അതിർത്തി തർക്കമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിക്കുന്ന വലിയൊരു പ്രതിസന്ധിയായി ഉടലെടുത്തു കഴിഞ്ഞു.
അമേരിക്ക പോലുള്ള വൻ ശക്തികളുടെ ഇടപെടലുകൾ പോലും പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തു വരുന്നത്.